Hello. Welcome to market discussion of the day. Today, December 16, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യത്തെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 മൂന്നെണ്ണവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ബേസിക് കോഴ്സാണിത്. ഓക്കെ, നിങ്ങൾ കണ്ട് ഉറപ്പായിട്ടും അഭിപ്രായം പറയാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് അയച്ചു കൊടുക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കൺസേൺസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് വരുന്ന ദിവസമാണ്. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ഇന്ന് NFP നോൺ ഫാം പേറോൾ ഡേ ആണ് എന്നുള്ളൊരു കാര്യമാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു ട്രിപ്പിലാണ്. ഞാനിപ്പോൾ സ്കോട്ട്ലാൻഡാണ് ഉള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ട്രാവലിംഗ് ആയിരിക്കും. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇനി അപ്കമിങ് ഡേയ്സിൽ മാർക്കറ്റ് ഡിസ്കഷൻ ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഇന്ന് തന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷനായി ഇടുന്നത്. സോ എന്തായാലും ഈ ഒരു വീക്കും ഭയങ്കരമായ ഫണ്ടമെൻ്റൽ വീക്ക് ആയതുകൊണ്ടിട്ട് തന്നെ ഞാനും അധികം ട്രേഡൊന്നും എടുക്കുന്നില്ല. എന്തെങ്കിലും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ ഞാൻ ഇന്ന് ട്രേഡ് എടുക്കുന്നുള്ളൂ. എസ്പെഷ്യലി ഇന്നത്തെ ദിവസം ഞാൻ മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കുകയാണ്. കാരണം ഒരുപാട് മേജർ ഈവൻറ്റ്സ് സംഭവിക്കാനുള്ള ദിവസമാണ്. നമ്മൾ ഫാമിലിയുടെ ട്രിപ്പിനായതുകൊണ്ടിട്ട് ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവരുമായിട്ട് എൻജോയ് ചെയ്യുന്നതല്ലേ നല്ലത്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ട്രേഡിങ് ചെയ്യുന്നതും ട്രേഡിങ് പഠിച്ചതും ഒക്കെ അല്ലേ. സോ ആ സമയത്തും ട്രേഡ് എടുത്ത് വെറുതെ നമ്മൾ എന്തിനാണ് നമ്മളുടെ സമാധാനം കളയുന്നത് അല്ലേ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ന്യൂസുകൾ ഇന്നത്തെ ദിവസമുണ്ട്. ഫസ്റ്റ് ന്യൂസാണ് ക്ലെമന്റ് കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസ് ഇപ്പോൾ ഉടനെ തന്നെ വരും. ഓക്കെ, സോ അത് GBP ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ന്യൂസാണ് ക്ലെമന്റ് കൗണ്ട് ചേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മളുടെ US നിന്ന് വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം പോലെയാണ് ക്ലെമന്റ് കൗണ്ട് ചേഞ്ച്. എത്ര പേര് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റുകൾ എത്ര പേര് എടുത്തിട്ടുണ്ട് UK എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ബേസിക്കലി അതിൻ്റെ ന്യൂസ് വന്ന് അതിൻ്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ GBP റേറ്റ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ എക്കണോമിക്സ് പ്രകാരം. ഓക്കെ, സോ അപ്പം ക്ലെമന്റ് കൗണ്ട് ചേഞ്ച് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് മേടിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇപ്പോൾ സ്റ്റിൽ പെൻഡിങ് ആണ്. ഞാൻ അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, അതിനുശേഷം നമുക്ക് 8:30 മണിക്ക് വന്നു അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെമന്റ് കൗണ്ട് ചേഞ്ച് വന്നു. ഓക്കെ, പ്രീവിയസ് വന്നിട്ട് 29K ആയിരുന്നു. ഫോർകാസ്റ്റ് വന്നിട്ട് 21.6K ആയിരുന്നു. ആക്ച്വൽ ഇപ്പോൾ വന്നപ്പോൾ 20.1K ആണ്. അതായത് ക്ലെമന്റ് ആൾക്കാർ കുറഞ്ഞു. ജോബ്ലെസ് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് GBPക്ക് നല്ലതായിട്ടാണ് എക്കണോമിക്സ് പ്രകാരം പ്രവർത്തിക്കുന്നത്. ഇത് വെച്ചിട്ട് ഇപ്പോൾ GBP മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ച് ഇവിടുന്ന് ഒന്നും എടുത്ത് കളയല്ലേ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞതാണ് ഇങ്ങനെയാണ് എക്കണോമിക്സ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ അവിടെ നിന്ന് നല്ലൊരു ന്യൂസ് വന്നത് ഉറപ്പായിട്ടും GBPയെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അത് വെച്ച് തീരുമാനമൊന്നും എടുക്കരുത്. സോ ഇന്ന് നമുക്ക് കംപ്ലീറ്റ്ലി മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസം കൂടിയാണ്. കാരണം നമുക്ക് ADP വീക്ക്ലി എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. ആവറേജ് അവർലി ഏർണിങ്സിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് UK ടൈമിങ്. കോർ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. നോൺ ഫാം പേറോൾ വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നോൺ ഫാം പേറോൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ നോൺ ഫാം പേറോൾ എന്ന് പറഞ്ഞ് ഇത്രയും വലിയൊരു ന്യൂസാണ് വരാൻ പോകുന്നത്. അതും പ്രീവിയസ് വന്നിട്ട് 119Kയും ഇപ്പോൾ ഫോർകാസ്റ്റ് 50Kയുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇതേപോലെ ന്യൂസ് വന്നാൽ എക്കണോമിക്സ് പ്രകാരം US ഡോളർ താഴോട്ട് പോവുകയും ഗോൾഡ് മുകളിലോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നോൺ ഫാം പേറോൾ വരുമോ എന്നുള്ള 100% ഉറപ്പ് എവിടെയും ഇല്ല. വരാം എന്നുള്ളതാണ് കൂടുതൽ പോസിബിലിറ്റി. പക്ഷേ ഉറപ്പായിട്ടും നമുക്കറിയാം ഏകദേശം ഒരു 40-45 ദിവസത്തോളം US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയിരുന്നു അല്ലേ. സോ US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയതുകൊണ്ടിട്ട് തന്നെ നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് നമുക്ക് ഒക്ടോബറിലും നവംബറിലും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഇന്ന് നോൺ ഫാം പേറോൾ വരുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ അതിനുശേഷം റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അതിനുശേഷം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, 2:45 ഫ്ലാഷ്
മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ദിവസമാണ്. സംഭവ ബിഹുലമായിട്ടുള്ളൊരു ദിവസം എന്ന് നമ്മൾ പറയത്തില്ലേ. നമുക്ക് ഓക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ എന്തിനാണ് വെറുതെ ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? നമുക്ക് നാളെയൊക്കെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാർക്കറ്റ് ചിലപ്പോൾ ഓടി മുകളിലോട്ട് പോകുമായിരിക്കും. അത് നമ്മളുടെ നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് അങ്ങ് വിചാരിക്കണം. അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ട്രേഡിങ്ങിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? വെൻ നോട്ട് ടു ട്രേഡ്, എപ്പോൾ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് പഠിക്കേണ്ടത്, അല്ലേ? സോ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാൻ പാടില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ട്രേഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ നമ്മൾ വെനസ്ഡേ നാളെ നമുക്ക് CPIയുടെ ന്യൂസ്, GBP CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് രാവിലെ തൊട്ട് തന്നെ മാറി നിൽക്കണം എന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതൊക്കെയാണ് ഇന്നും നാളെയായിട്ടുള്ള ന്യൂസുകൾ. നമുക്ക് നാളെ നമുക്ക് മറ്റന്നാളത്തെ ന്യൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോവുകയും ചെയ്യാം. പക്ഷേ നമുക്ക് എന്താ പറയുക, റഷ്യ-ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വരാനായിട്ട് കിടക്കുന്നുണ്ട്. സോ എക്സ്പെഷ്യലി ഡോൺബാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു തീരുമാനമാവാത്തത് കൊണ്ടിട്ട് തന്നെ, അവിടെ ആരാണ് ഗവേൺ ചെയ്യുന്നത്, അതൊരു ഫൈനൽ എഗ്രിമെൻ്റ് ആവാത്തത് കൊണ്ടിട്ട് തന്നെ ആണ് ഇപ്പോൾ നമ്മളുടെ ഈ വാർ നീണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിനെന്തെങ്കിലും ഒരു തീരുമാനമായാൽ, സോ ഒരു പാർഷ്യലി എങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പീസ് ഡീൽ വന്നു എന്നൊക്കെയുള്ള ന്യൂസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ദിവസങ്ങളാണിത്. ഓക്കെ, എസ്പെഷ്യലി ന്യൂ ഇയറിന് മുന്നേ ആയിട്ട്. ഓക്കെ, സോ അത് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരികയോ അങ്ങനെ എന്തെങ്കിലും പീസ് ഡീൽ വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒറ്റയടിക്ക് റഷ്യ-ഉക്രൈൻ വാർ നിന്നു എന്നൊന്നും നമ്മൾ കേൾക്കത്തില്ല. പക്ഷെ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലയ്ക്കൊക്കെ ന്യൂസുകൾ കേൾക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത് ഗോൾഡിൻ്റെ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വേണം ട്രേഡ് എടുത്ത് പോകാനായിട്ട്. ഓക്കെ, സോ അത് ഗോൾഡിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ റേറ്റ് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ആണ് കൂടുതലുള്ളത് എന്നും കൂടെ ഉള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് നമ്മൾ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ് കേട്ടോ, ഗോൾഡിൻ്റെ മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, ഒരിക്കലും ഡൗൺ ട്രെൻഡ് അല്ല. സെല്ലോട്ട് ചിന്തിക്കേ വേണ്ട. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളത് എൻ്റെ റെക്കമെൻഡേഷൻ. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും ഗോൾഡിൽ ട്രേഡ് എടുക്കാൻ പാടില്ല, എക്സ്പെഷ്യലി ഇന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, സോ അത് രണ്ട് കാര്യമാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോളും റഷ്യ-ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഡിസിഷൻസ് ഇന്ന് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു സംഭവം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ട്രേഡ് ചെയ്യാതിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നോക്കാൻ നേരത്തെ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ മിക്കവാറും നാളത്തേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരിക്കും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം ഇന്ന് നമുക്ക് എന്താ പറയുക, നമ്മൾ ഇന്ന് അവധിയാണ് എന്ന് വിചാരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടിട്ട് തന്നെ നമുക്കൊരു ബെറ്റർ പ്രൈസിങ്ങിൽ നാളെ രാവിലെ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നേരെ USD JPYയിലോട്ട് വരാം. USD JPY ഇന്ന് NFPയുടെ ന്യൂസ് വരുമ്പോൾ ഓക്കെ മാർക്കറ്റ് എങ്ങാനും നമ്മളുടെ ഇപ്പോൾ നമ്മുടെ ഫോർകാസ്റ്റ് 50K ആയിരുന്നു. അപ്പം ഫോർകാസ്റ്റ് 50K ഒക്കെ വന്നാൽ ചിലപ്പം JPY ഒക്കെ താഴെ വന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് 154 റേഞ്ചിലൊക്കെ നമുക്ക് നാളെ രാവിലെ, ഇന്ന് രാത്രി അവസാനിക്കുന്നത് 154ൻ്റെ മുകളിലും നാളെ രാവിലെ 7:30 മണിക്ക് 154ൻ്റെ മുകളിലുമാണ് എങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഏതാണ് JPYയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, സോ ഇതാണ് ഒരേ ഒരു എൻട്രി. മുകളിലോട്ട് പോവുകയാണ് 156ൻ്റെ മുകളിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് നാളെ തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഇന്ന് നമുക്ക് ന്യൂസ് കഴിഞ്ഞിട്ട് ഇന്ന് അവസാനിക്കുന്നത് 154ൻ്റെ മുകളിലാണ്. നാളെ രാവിലെ 7:30 154ൻ്റെ മുകളിലാണ് എങ്കിൽ നമുക്ക് 154ൻ്റെ അവിടുന്ന് ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. നാളെയാണ് കേട്ടോ, ഇന്നല്ല. ഓക്കെ, സോ ഇതാണ് JPYയിലുള്ള എൻട്രി. 153.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോവുകയും ചെയ്യണം. ഓക്കെ, സോ യൂറോയിൽ ഇന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കാനായിട്ട് എൻ്റെ റെക്കമെൻഡേഷൻ. കാരണം റഷ്യ-ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന ന്യൂസും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നോൺ ഫാം പേറോളിൻ്റെ ന്യൂസും വരുന്നുണ്ട്. അതുകൊണ്ട് യൂറോ ചിന്തിക്കേണ്ട. മൂന്നാമത്തത് നേരെ GBP USD ഞാൻ ഓടിച്ചു പോവാണ് കേട്ടോ. 1.3367 നിൽക്കുന്നു. ഇന്ന് അവസാനിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് നോൺ ഫാം പേറോൾ പ്രമാണിച്ച് താഴെ വീണ് കിട്ടിയാൽ 1.3300 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ
അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3380 താഴെ, 1.3370 താഴെ, 80 അല്ല 1.3270 താഴെ സ്റ്റോപ്പ് ലോസ് പോകണം. 30 to 40 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്, 60 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റിനും വെച്ച് GBP നമുക്ക് പരീക്ഷണം നടത്താവുന്നതാണ്. ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത് 1.3300 മുകളിലും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.3300 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രിയാണ്. GBPയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം 4285 നിൽക്കുന്നു. മാർക്കറ്റ് ഇന്നലെയൊക്കെ നല്ലോണം മാർക്കറ്റ് ഓടി. എനിക്ക് ഇന്നത്തെ ദിവസം ഇനി അങ്ങോട്ട് ഒരു ട്രേഡും എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, ഒരു ട്രേഡും എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡ്. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമുക്ക് നാളെ തീരുമാനം എടുക്കാം ഗോൾഡിൽ. ഓക്കെ, എനിക്കൊന്നും പറയാനില്ല ഗോൾഡിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്, എനിക്കൊന്നും പറയാനില്ല. നാളെ രാവിലെ മാർക്കറ്റ് നമുക്ക് ഇന്ന് പീസ് ഡീലിൻ്റെ സംസാരം, റഷ്യ ഉക്രൈൻ വാറിൻ്റെ സംസാരമൊന്നും ഉണ്ടായില്ല. നോൺ ഫാം പേറോളിന് ശേഷം മാർക്കറ്റ് താഴോട്ട് പോയി 4180 റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ഒരേ ഒരു ബൈ എൻട്രി, ഓക്കെ, ഒരേ ഒരു ബൈ എൻട്രി മാത്രമാണ് എനിക്ക് പറയാം. 4180 ഇവിടുന്ന് 1000 പിപ്പ് താഴെ, $100 താഴെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി മാത്രമാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അതും ഞാൻ ഒരിക്കലും ഒരു ചെറിയ ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.2 or 0.3 ലോട്ട് മാത്രം ചെയ്യുക. $25 സ്റ്റോപ്പ് ലോസ്, $37.5 ടേക്ക് പ്രോഫിറ്റ് വിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അവിടെ ഒരു എൻട്രി എടുക്കുക. ഇല്ലാത്ത പക്ഷം ചെയ്യാതിരിക്കുക, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ട്രേഡ് സേഫ്, ട്രേഡ് ലോങ് എന്ന് പറയുന്ന ഒരു സ്ലോഗനാണ് നമുക്ക് എപ്പോഴും ഞാൻ പറയുന്നത്, അല്ലേ? നമ്മൾ കൂടുതൽ കാര്യം ട്രേഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യണം. നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ ഈഗോ അല്ല. ഓക്കെ, സോ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തിനാണ് ട്രേഡ് ചെയ്യാതിരുന്നാൽ പോരെ? അപ്പം ഇന്നത്തെ ദിവസം അത് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ദിവസമല്ല. സോ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് ദിസ് ഈസ് നോട്ട് എ വെരി ഗുഡ് ഡേ ഫോർ ട്രേഡിങ്. സമാധാനത്തിലിരിക്കാം, എന്താ പറയുക, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കാനാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.